പഞ്ചായത്തിൽ വീണ്ടും കാട്ടാന ആക്രമണം. 3-ാം വാർഡ് കൂരികുളത്ത് താമസിക്കുന്ന ഷെജികുമാറിന്റെ വീടിന്റെ പിൻഭാഗത്തെ മേൽക്കൂര ആന തകർത്തു. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ ആനകളെ ഇവിടുന്ന് തുരത്തി തൊട്ടു പിന്നാലെയാണ് സംഭവം. കീരമ്പാറ പഞ്ചായത്ത് 3-ാം വാർഡിൽ കൂരികുളത്ത് പുറ്റിനാക്കുടി ഷെജികുമാറിന്റെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. വീടിന് പിന്നിലെത്തിയ കാട്ടാന അടുക്കള ഭാഗത്തെ മേൽക്കൂര തകർക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് ഷീറ്റുകൾ തകർന്നു. ഈ ഭാഗത്ത് പതിവായി കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ആദ്യമായാണ്. വീടിന്റെ സമീപത്തായി ഒരു പ്ലാവ് നിന്നിരുന്നു. മുൻപും രാത്രിയിൽ കാട്ടാന എത്തി പ്ലാവ് കുലുക്കുന്നത് പതിവായിരുന്നു. അപകടം ഒഴിവാക്കാനായി ഇവർ കഴിഞ്ഞ ദിവസം പ്ലാവ് മുറിച്ചു നീക്കി. മുൻപ് രാത്രി സമയങ്ങളിൽ മാത്രമാണ് കാട്ടാനയെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വൈകുന്നേരമാകുന്നതോടെ ആനകൾ കൂട്ടമായി എത്തുകയാണ്. സംഭവത്തെക്കുറിച്ച് വീട്ടുടമസ്ഥനായ ഷെജി ഇങ്ങനെ പറയുന്നു. എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ആന വരുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവ് നന്നായിട്ട് കായ്ക്കുന്ന ഒരു വരിക്ക പ്ലാവായിരുന്നു. ഈ 2 പ്രാവശ്യം ആന വന്ന ആ പ്ലാത്തേൽ കുത്തി നമ്മൾ പേടിച്ചിട്ട് പെരയുടെ മേളിലേക്ക് മറിഞ്ഞു കയറുമെന്ന് പേടിച്ചിട്ട് നമ്മൾ ആ പ്ലാവ് വെട്ടിക്കളഞ്ഞതാണ്. അത് പ്ലാവ് വെട്ടിയിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പ്ലാവ് വെട്ടിക്കളഞ്ഞത്. ഇന്നലെ വൈകുന്നേരം ഇതേപോലെ രാത്രി ഒരു 11:30 ആന വന്ന ബാക്ക് സൈഡ് വീടിൻ്റെ ചാർത്തിൻ്റെ ഉള്ളിൽ കയറി ഷീറ്റൊക്കെ പൊളിച്ച് ആകെ നാശകോശമാക്കി ഇട്ടേക്കുവാണ്. ഞാനും അച്ഛനും അമ്മയും പിന്നെ ഒരു കൊച്ചും വൈഫുമാണ് ഇവിടെ താമസിക്കുന്നത്. നമുക്ക് ഈ ആനയുടെ ഭയത്തെ തുടർന്ന് ഭയങ്കര ഇവിടെ താമസിക്കാൻ തന്നെ ഭയങ്കര പേടിയാണ്. എപ്പോഴാണ് എന്താ എന്നൊന്നും നമുക്ക് പറയാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇവിടെ നിർമ്മാണത്തിലിരുന്ന ഫെൻസിംഗ് ഈയിടെ അഴിച്ചു മാറ്റിയിരുന്നു. മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനായിട്ടാണ് ഫെൻസിംഗ് അഴിച്ചു നീക്കിയത്. മരങ്ങൾ മുറിച്ചു നീക്കാതെ ഫെൻസിംഗ് നിർമ്മിച്ചതിൽ അശാസ്ത്രീയതയുണ്ടായി എന്നും ഇത് കാരണമാണ് ആനകൾ വീണ്ടും എത്തുന്നതെന്നും പഞ്ചായത്ത് അംഗം കൂടിയായ ജിജോ ആന്റണി പറഞ്ഞു. ഇതുമായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് വനം വകുപ്പ് കീരമ്പാറ പഞ്ചായത്തിന്റെ പെരിയാറിന്റെ സൈഡിൽ കൂടെ ഫെൻസിങ് വലിച്ചത്. പക്ഷെ ഇപ്പൊ അവർ ചെയ്തിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്നാന്ന് വെച്ചാൽ ആദ്യം ഫെൻസിങ് വലിച്ചു. ഇപ്പൊ ഫെൻസിങ് വലിച്ചതിന് ശേഷം അതിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ അന്നേ ഫെൻസിങ് വലിക്കുന്നതിന് മുമ്പ് തന്നെ അത് മുറിച്ചു മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ അവരത് കേൾക്കാതെ അന്ന് ഫെൻസിങ് വലിക്കുകയും ഇപ്പോൾ ഫെൻസിങ് വലിച്ചതിന് ശേഷം സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഫെൻസിങ് അഴിച്ചു മാറ്റിയിരിക്കുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് ആന അടക്കം ഇങ്ങോട്ട് യഥേഷ്ടം പഞ്ചായത്തിലേക്ക് വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പുമായി ചേർന്ന് കാട്ടാനകളെ ഇവിടെ നിന്നും ഓടിച്ചത്. എന്നാൽ ഇതുകൊണ്ടൊന്നും ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.